ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കരീന. കഴിഞ്ഞ IPLൽ ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി കളിച്ച താരമാണ് ദീപക് ഹൂഡ. പക്ഷേ അദ്ദേഹം മോശം പ്രകടനമായിരുന്നു നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചെന്നൈ അദ്ദേഹത്തെ റിലീസ് ചെയ്തത്. ഇപ്പോൾ താരത്തിന് പുതിയ ഒരു ഫ്രാഞ്ചൈസി ആവശ്യമായി വരികയാണ്. IPLൽ ആകെ 125 മത്സരങ്ങളാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് 1500-ൽ പരം റൺസുകൾ നേടിയിട്ടുണ്ട്. 10 വിക്കറ്റുകളും അദ്ദേഹം വീഴ്ത്തിയിട്ടുണ്ട്. വരുന്ന ലേലത്തിൽ ഓൾറൗണ്ടർമാരുടെ പട്ടികയിലാണ് ദീപക് ഹൂഡ ഇപ്പോൾ ഇടം കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ക്രിക്ബസ് ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അതായത് IPL ബോർഡ് എല്ലാ ഫ്രാഞ്ചൈസികൾക്കും ഒരു അറിയിപ്പ് ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ദീപക് ഹൂഡ ഓൾറൗണ്ടർമാരുടെ പട്ടികയിലാണെങ്കിലും അദ്ദേഹത്തിന് ബൗൾ ചെയ്യാനുള്ള അനുമതി ഇല്ല എന്നാണ് BCCI ഇപ്പോൾ എല്ലാ ഫ്രാഞ്ചൈസികളെയും അറിയിച്ചിട്ടുള്ളത്. അത് ശ്രദ്ധിക്കാൻ എല്ലാവരോടും ഇപ്പോൾ IPL ബോർഡ് ഒരു നോട്ടീസ് മുഖാന്തരം അറിയിച്ചിട്ടുണ്ട് എന്നാണ് ക്രിക്ബസ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. അതായത് താരത്തിന്റെ ബൗളിംഗ് ആക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സസ്പെക്ട് ആക്ഷൻ കാറ്റഗറിയിലാണ് ഉള്ളത്. അതിനാലാണ് അദ്ദേഹത്തിന് ബൗളിംഗ് വിലക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ IPL സീസണിലും ബൗൾ ചെയ്യാനുള്ള ഒരു അനുമതി ദീപക് ഹൂഡക്ക് ഉണ്ടായിരുന്നില്ല. ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി 7 മത്സരങ്ങൾ കളിച്ച താരം ഒരൊറ്റ ഓവർ പോലും എറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ രഞ്ജി ട്രോഫിയിൽ ഇദ്ദേഹം ഒരു ഓവർ ചെയ്തിരുന്നു. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ അദ്ദേഹം 5 ഓവറുകൾ എറിഞ്ഞിട്ടുണ്ട്, ഒരു വിക്കറ്റ് വീഴ്ത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ IPLൽ അദ്ദേഹത്തിന് ബൗൾ ചെയ്യാനുള്ള ഒരു അനുമതിയില്ല. അത് എല്ലാ ഫ്രാഞ്ചൈസികളെയും ഇപ്പോൾ BCCI അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ദീപക് ഹൂഡ ഓൾറൗണ്ടർമാരുടെ പട്ടികയിലാണെങ്കിലും ബാറ്റ് മാത്രമായിരിക്കും ചെയ്യുക. ആരായിരിക്കും അദ്ദേഹത്തെ സ്വന്തമാക്കുക എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.